മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ ഒരു ദുആയാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലി സദ്രി, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണം. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കൊണ്ട് മാനസികമായി പിരിമുറുക്കമുണ്ടാകുമ്പോൾ ദുആ ചെയ്യേണ്ട ദുആയാണിത്. റബ്ബി ഇശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണം. വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണം, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നീ എളുപ്പമാക്കി തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, അല്ലാഹുവേ എൻ്റെ നാവിൻ്റെ കെട്ട് നീ അഴിച്ച് സുഖപ്പെടുത്തണം. യഫ്ഖഹു ഖൗലി, എൻ്റെ ഭാഷയും എൻ്റെ സംസാരവും എൻ്റെ പ്രബോധനവും എൻ്റെ സന്ദേശവും ജനങ്ങൾക്ക് മനസ്സിലാകും വിധം എനിക്ക് വിശാലമായി സംസാരിക്കാൻ എൻ്റെ നാവുകൾക്കുള്ള കെട്ട് നീ അഴിച്ചു മാറ്റി തരണമേ എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇതിനുള്ള കാരണം ഫിർഔനിനെ ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി രംഗത്ത് വന്നിട്ടേ ഉള്ളൂ. അവിടുത്തെ ഭരണാധികാരിയാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ലോകം കണ്ട ഭരണകർത്താക്കളിൽ ഒരു വലിയ ദുഷ്ടനായ ഭരണകർത്താവായിരുന്നു റംസീസ് രണ്ടാമൻ. വിശുദ്ധമായ ഖുർആൻ ആ ചരിത്രം പലയിടങ്ങളിലായി പറയുന്നുണ്ട്. അപ്പോൾ വളരെ ധിക്കാരത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു വിടുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, അക്രമിയായ ധിക്കാരിയായ ഫിർഔനിലേക്ക് നിങ്ങൾ പോകണം. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം ഇത് ദുആ ചെയ്യുന്നത്. ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രഭാഷകന്മാരെല്ലാം പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഈ ദുആ ചൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായ പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾ ദുആ ചെയ്യേണ്ടത് ഈ ദുആയാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കുന്നുകൂടുമ്പോൾ മാനസികമായി വലിയ പിരിമുറുക്കം ഉണ്ടാവും. സാമ്പത്തികമായ ടെൻഷൻ അനുഭവിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ നിർമ്മാണം, മകളെ കെട്ടിക്കൽ, മൂത്ത വിദ്യാർത്ഥികളുടെ പഠനം, മറ്റു തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ മാനസികമായി വലിയ പിരിമുറുക്കമുണ്ടാവും. ആ സമയത്താണ് ഈ ദുആ നമ്മൾ നിർവഹിക്കേണ്ടത്. വലിയ ടെൻഷൻ അനുഭവിച്ച ഒരു പ്രവാചകനായിരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് ശത്രുക്കളുണ്ട്, പക്ഷെ അതെല്ലാം മറ്റ് ആളുകളിൽ നിന്നാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം സ്വന്തം അനുയായികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒരുപോലെ വിഷമം അനുഭവിക്കേണ്ടി വന്ന പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിനോട് ദുആ ചെയ്തു വീണ്ടും, വജഅൽനി വസീറൻ മിൻ അഹ്ലി, അല്ലാഹുവേ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സഹായിയെ നിശ്ചയിച്ചു തരണം. ഹാറൂന അഖീ ഉശ്ദുദ് ബിഹി അസ്രി, അത് എൻ്റെ സഹോദരനായ ഹാറൂന് തന്നെ ആയാൽ നന്നായിരുന്നു. ഉസ്ദുദ് ബിഹി അസ്രി, ആ ഹാറൂനിനെ കൊണ്ട് എൻ്റെ ചുമലിനെ നീ ശക്തിപ്പെടുത്തണേ പടച്ചവനെ എന്ന് ദുആ ചെയ്തു.
വഅശ്രികുഹു ഫീ അംരീ, എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഹാറൂനിനെ കൂടി നീ പങ്കാളിയാക്കി തരണേ റബ്ബേ. കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ, എന്നാൽ നിന്നെ ഞങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധപ്പെടുത്തുകയും നിനക്ക് കൂടുതൽ നിന്നെ ഞങ്ങൾക്ക് സ്മരിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യുമല്ലോ. അള്ളാഹുവിനോട് പറയുകയാണ്, കൂടുതൽ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ, കൂടുതലായി നിന്നെ അനുസ്മരിക്കാൻ എനിക്ക് ഒരു പങ്കാളിയെ കൂടി എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ നിശ്ചയിച്ചു തരണം. അത് എൻ്റെ അഹായ ഹാറൂനായാൽ കൊള്ളാമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇന്നക കുൻത ബിനാ ബസീറാ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നീ നല്ല പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു വലിയ ഉത്തരവാദിത്തമാണ്. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് കുടിയേറി പാർത്ത ആളുകളിൽപ്പെട്ട ആളാണ്. ചരിത്രം വളരെ വിശാലമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലെറിയപ്പെട്ട് ഒരു ചന്തയിൽ വിൽപ്പന നടത്തിയപ്പോൾ ഒരു അടിമയെപ്പോലെ ഈജിപ്തിലെ ഒരാൾ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നീട് ആ യൂസുഫ് എന്ന് പറയുന്ന ബാലൻ ഒരുപാട് അത്ഭുത പ്രകടനങ്ങൾ നടത്തി. അവസാനം അവിടുത്തെ മന്ത്രിസഭയിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായി അവരോധിക്കപ്പെട്ടു. മന്ത്രിയായി അവരോധിക്കപ്പെട്ടപ്പോൾ മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ അഥവാ സ്വന്തം പിതാവും ഉമ്മയും ജ്യേഷ്ഠ സഹോദരങ്ങളും അനുജനും ഒക്കെ താമസിക്കുന്ന ആളുകളെ കുടുംബത്തെ മൊത്തം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈജിപ്തിലേക്ക് അവർ കുടിയേറി പാർത്തു. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത പേരാണ് ഇസ്രാഈൽ. ഇസ്ർ എന്ന് പറഞ്ഞാൽ അടിമ, ആയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു, ഹിബ്രു ഭാഷയാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്തതികൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം മന്ത്രിയായതിന് ശേഷമാണ് ഇവരെല്ലാം ഈജിപ്തിലേക്ക് വന്നത്. അതിന്റെ പിൻഗാമിയായി മൂസാ നബി അലൈഹി സ്വലാം വന്നപ്പോഴേക്ക് ബൈബിള് പറയുന്ന 6 ലക്ഷം ആളുകൾ അവരുണ്ടായിരുന്നുവെന്ന്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം വന്നതിന് ശേഷം പിന്നീട് ഈജിപ്തിന്റെ ഭരണ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഇവരായിരുന്നു, ഇസ്രായേലികളായിരുന്നു. പിന്നെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ആ നാട്ടുകാരായ തിബുത്തുകളിൽപ്പെട്ട, ഈജിപ്തിൽ തന്നെ ഉള്ള ജന്മികളായ തിബുത്തുകളിൽപ്പെട്ട റംസീസ് രണ്ടാമൻ ഭരണം ഏറ്റെടുത്ത് വന്നപ്പോൾ ഇസ്രായേലികളെ അവര് നാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ തീരുമാനിച്ചു. എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് ഇതെല്ലാം. ഏതായിരുന്നാലും ആ സമയത്ത് വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലികളെ നിഷ്ഠൂരമായി മർദ്ദിക്കുകയും വലിയ വലിയ പീഡനങ്ങൾക്കിരയാക്കുകയും, കണ്ടില്ലേ ഈജിപ്തിലെ പിരമിഡുകളൊക്കെ നമ്മൾ കണ്ടില്ലേ? സപ്താത്ഭുതങ്ങളിൽപ്പെട്ട അത്ഭുതമാണ് പിരമിഡുകൾ. ഫറോവ നിർമ്മിച്ച 3 പിരമിഡ്. സുബ്ഹാനല്ലാഹ്, എന്താണ് അതിന് നിയമിച്ച കല്ലുകൾ കൊണ്ട് മാത്രമാണ് ആ പിരമിഡ് ഉണ്ടാക്കിയത്. എത്ര ഹൈറ്റുള്ള പിരമിഡാണ്! അതിനുപയോഗിച്ച ഓരോ കല്ലുകൾ ഒരു 10-50 മനുഷ്യന്മാർ കൂടിയാൽ പോലും എടുക്കാൻ പറ്റാത്ത വലിയ വലിയ കല്ലുകൾ കൊണ്ട് മാത്രം. കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും പോയിന്റ് ചെയ്തിട്ടില്ല. കാരണം എങ്ങോട്ട് അനക്കാൻ പറ്റാത്ത കല്ലുകളാണ്. ഒരു 4, 5, 6 നിലയുള്ള ബിൽഡിങ്ങുകൾക്ക് തുല്യമായി വലിയ പിരമിഡുകൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനതയാകുന്ന ഇസ്രായേലികളാണ്. പക്ഷെ ഇന്ന് എല്ലുമുറിയെ പണിയെടുത്ത് ഒരു വേതനം പോലും നൽകാതെ വളരെയേറെ കഷ്ടപ്പെടുത്തി. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകനായി രംഗത്ത് വരുന്നത്. എന്നിട്ട് പറയാ, ഫിർഔനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അതൊരു വലിയ ഉത്തരവാദിത്തമല്ലേ? അപ്പോഴാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചോൻ എൻ്റെ മനസ്സ് വിശാലാക്കിക്കൊണ്ട, നീ പറയുന്നതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സെനിക്ക് കൊണ്ട. അപ്പോൾ അല്ലാഹു തആല പറയാണ്, ഖലഖദ് ഊതീത സുഅലക യാ മൂസ,
നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുകയാണ്. എൻ്റെ അഖായ ഹാറൂന് നീ പ്രവാചകത്വം കൊടുക്കണമെന്ന് ദ്വാരിക്കണം. ചെറിയൊരു കാര്യമല്ല. അല്ലാഹു തആല തീരുമാനിക്കുന്നതാണ് ആർക്കാണ് പ്രവാചകത്വം കൊടുക്കേണ്ടത്. അത് ചോദിച്ച് വാങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1,24,000 പ്രവാചകന്മാർ മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് എൻ്റെ അഖാകുന്ന ജ്യേഷ്ഠനാണ് ഹാറൂൻ. ഹാറൂനിന് നീ പ്രവാചകത്വം കൊടുക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം ദുആയിരുന്നു വാങ്ങുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖദ് ഊതീത സൂലക യാ മൂസ, മൂസാ നബിയെ നിങ്ങൾ ചോദിച്ചത് നൽകിയിരിക്കുന്നു. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ, അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് ഇതെല്ലാം എന്ന് വിചാരിക്കണ്ട, അല്ലാതെയും ഞാൻ നൽകിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ, നിങ്ങൾക്ക് മേൽ ഞാൻ മറ്റൊരു പ്രാവശ്യം വലിയ നിഅമത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകനായി അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ചോദിക്കാതെ തന്നെ പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ പഴയകാല ചരിത്രത്തിലേക്ക് ഖുർആൻ പോവുകയാണ്. ഇദ ഔഹൈനാ ഇലാ ഉമ്മിക മാ യുഹാ, നിങ്ങളുടെ ഉമ്മയിലേക്ക് ഞാൻ വഹി അറിയിച്ച സന്ദർഭത്തെ നിങ്ങൾ ഓർക്കണം. അനിക്ദി ഫീഹി ഫിത്താബൂതി ഫഖദി ഫീഹി ഫിൽ യമ്മി ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ. 400 വർഷക്കാലം ഭരണം നടത്തിയ ഭരണാധികാരിയാണ് ഫിർഔൻ, റംസീസ് രണ്ടാമൻ. ആ ഫിർഔനിന്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാം കടന്നു വരുന്നത്. അപ്പോൾ ഫിർഔനിനുണ്ടായിരുന്ന ഒരു സേവകനുണ്ടായിരുന്നു, ഒരു സാഹിറായ ആള്, ജ്യോത്സ്യൻ. അത് ഇസ്ലാമിസ്റ്റുകളല്ലാത്ത എല്ലാ ഭരണാധികാരികൾക്കും ഇങ്ങനെ ഉണ്ടാവും, ഒരു ജ്യോത്സ്യൻ ഉണ്ടാവും. അവരാണ് ഇതൊക്കെ നിയന്ത്രിക്കുക. വരാൻ പോണ കാര്യങ്ങളെല്ലാം അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇനി അടുത്ത ഇലക്ഷനിൽ ഇങ്ങനെയാണ് വരാൻ പോണത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ശൈത്താനിന്റെ സഹായത്തോടു കൂടെ അവരത് നടത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഫിർഔനിന്റെ കൂടെ ഉണ്ടായിരുന്ന ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഭരണം പോക്കുന്ന ഒരു ആൺകുട്ടി ഇവിടെ പിറക്കാൻ പോകുന്നുണ്ട്, അവൻ നിങ്ങളുടെ ഭരണം തകർക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പൊ ഫിർഔനൊരു കാര്യം തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു ആൺകുട്ടിയെയും നമ്മൾ പ്രസവിക്കാൻ അവസരം കൊടുക്കണ്ട. ഞാൻ നടക്കുമെന്ന് ചോദിച്ചു. നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ആൺകുട്ടികളായി ജനിക്കുന്ന മുഴുവൻ ആളുകളെയും കൊല്ലാൻ തീരുമാനിച്ചു. 1000കണക്കിന് ചോര പൈതങ്ങളെ വീട്ടിൽ ചെന്നിട്ട് കൊലപ്പെടുത്തുക. എനിക്ക് കുട്ടിയുണ്ടായത് ആൺകുഞ്ഞാണ് എന്ന് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളിൽ ഒരാളാണ് എൻ്റെ ഭരണം തകർക്കുന്നത് എന്ന് ജ്യോത്സ്യം പ്രവചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആൺകുട്ടികൾ വേണ്ട. അപ്പോഴാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ അതാ ഗർഭം ചുമന്നിരിക്കുകയാണ്. പടച്ചോനെ, ഇതെങ്ങാനും ആൺകുട്ടിയായാലും എന്താ ചെയ്യുക? പക്ഷേ പ്രസവിച്ച് നോക്കുമ്പോൾ ആൺകുട്ടിയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യുഹാ. ഫിർഔന് ഒരു ആൺകുട്ടി, തന്റെ ഭരണം തകർക്കുന്ന ആൺകുട്ടിയെ, ഒരു ആൺകുട്ടിയും ജനിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അല്ലാഹു തആല തീരുമാനിക്കുന്ന ഓന്റെ കൊട്ടാരത്തിൽ തന്നെ ഒരു ആൺകുട്ടിയെ വളർത്തണം. അവനെ കൊണ്ട് തന്നെ തന്റെ സ്വസ്ഥതയൊക്കെ ഇല്ലാതെയാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ കഴിവൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ പ്രസവിച്ച ആൺകുട്ടിയുടെ കാര്യത്തിൽ അല്ലാഹു തആല പറയുന്നു, അനിക്ദി ഫീഹി ഫിത്താബൂത്. പ്രസവിച്ചത് ആൺകുട്ടിയായതിന്റെ പേരിൽ ഒരിക്കലും വിഷമിക്കണ്ട. ഒരു പെട്ടിയിൽ ആ കുട്ടിയെ കിടത്തുക. ഫഖദി ഫീഹി ഫിൽ യം, എന്നിട്ട് ആ പെട്ടി നിങ്ങൾ നൈൽ നദിയിലേക്ക് ഇട്ടേക്കുക. ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ, നൈൽ നദി അത് ഒരു കരയിലേക്ക് എത്തിക്കും. യഖുദുഹു അദുവ്വുൻ ലീ വഅദുവ്വുൻ ല, ആ കുട്ടിയെ എന്റെയും നിങ്ങളുടെയും ശത്രു എടുത്തുകൊള്ളും. അല്ലാഹു പറയുകയാണ്, വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നീ വലിതുസ്ന അലാ ഐനി, എന്നിൽ നിന്നുള്ള ഒരു പ്രത്യേക മഹബ്ബത്ത് നിങ്ങൾക്ക് ഞാൻ വർഷിപ്പിച്ചു തന്നിരിക്കുന്നു. വലിതുസ്ന അലാ ഐനി,
എൻ്റെ കൺമുമ്പിൽ തന്നെ നിങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല പറയുകയാണ്. അങ്ങനെ അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയിലേക്ക് വഹി അറിയിച്ചു. സന്ദേശം അറിയിച്ചതനുസരിച്ച് പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടി നൈൽ നദിയിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ ഫിറഔനിൻ്റെ ഭാര്യയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുൻകാലത്തെ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ച ആളാണ്. ഫിറഔനിൻ്റെ ഭാര്യയാണെങ്കിലും വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ലോക വനിതകൾക്ക് മാതൃകയായ ഒരു വനിതയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. തൻ്റെ ഭർത്താവ് മോശമായിട്ട് കൂടി തൻ്റെ മതത്തെ സംരക്ഷിച്ച് വളരെയേറെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയയായ ആസിയ ബീവിയെ നാളെ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നതാണ്. അല്ലാഹു തആല കല്യാണത്തിന് കൂടാൻ നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും അങ്ങനെ ആസിയ ബീവി നൈൽ നദിയിലേക്ക് അലക്കാനും കുളിക്കാനൊക്കെ വന്നപ്പോൾ ഒരു പെട്ടി ഇങ്ങനെ ഒഴുകി വരുന്നു. നല്ല ചന്തമുള്ളൊരു പെട്ടി. പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അത് നല്ല സുന്ദരനായ ഒരു കുട്ടി. ഈ കുട്ടിയെടുത്തിട്ട് ഓടി കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എന്നെ അതിന് സമ്മതിക്കണം. എന്താണ്? ഞാനിങ്ങനെ നൈൽ നദിയുടെ തീരത്തേക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടു, കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കുമ്പോൾ എന്താ, നല്ല സുന്ദരനായ ഒരു കുട്ടിയാണ്. ഫിറഔൻ പറഞ്ഞു, ഇതൊരിക്കലും ഇസ്രായേലിയർക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം അവരുടെ ദൃഷ്ടിയിൽ ഇസ്രായേലികൾ അടിമകളാണല്ലോ. ഇസ്രായേലികൾക്ക് ഇത്രയും സുന്ദരനായ ഒരു കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ നമുക്ക് ഇവിടെ വളർത്താം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടിയെ അങ്ങനെ കൊട്ടാരത്തിൽ വളർത്തുകയാണ്. നോക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്ത് കൊടുത്താലും ഈ കുട്ടി തിന്നൂല. ആ കാലഘട്ടത്തിലെല്ലാം ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഇങ്ങനെ വീടിൻ്റെ മുന്നിലൂടെ നടന്നു പോകും. മുല കൊടുക്കാനുണ്ടോ, കുട്ടികൾക്ക് മുല കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചെറിയ കുട്ടികളെ തേടിയിട്ട് ഇങ്ങനെ നമ്മൾ വിറക് വെത്താനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മാതിരി കുട്ടികൾക്ക് മുല കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, പിന്നെ ഒരു ഉമ്മൻ്റെ മുല കുടിക്കുന്നില്ല, ഈ കുട്ടി പാൽ കുടിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഏത് കുട്ടികൾക്ക് മുല കൊടുത്താലും കുടിക്കുന്ന ഒരു ഉമ്മയുണ്ട്, അതെനിക്കറിയാം, ഞാൻ കൊണ്ടുവരട്ടെ എന്ന് വെച്ചു. കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഉമ്മ നമ്മളെ ചെറിയ ബാലല്ലേ, അത് ഇന്നാലുള്ള സ്ഥലത്തുണ്ട്. അങ്ങനെ ഫിറഔനിൻ്റെ വീട്ടിലേക്ക് ഉമ്മയെ വിളിച്ചു വരുത്തി. ഫിറഔനിൻ്റെ വീട്ടിൽ തന്നെ മുല കൊടുത്ത് വളർത്തുകയാണ് ആ കുട്ടിയെ. ഇത് തംശീഉക. അല്ലാഹു തആല രണ്ടാമത്തെ സന്ദർഭം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹോദരി നടന്നുപോയ സന്ദർഭത്തെ ഓർക്കുന്നില്ല മൂസാ നബിയെ നിങ്ങൾ? ഫതഖൂലു, അവൾ ചോദിക്കുന്നു, ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹു, ഈ കുട്ടിയെ വളർത്തി തീറ്റിപ്പോറ്റിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഉമ്മയെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഫറജഅന ഖൈല ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി, കൺകുളിർക്കെ സന്തോഷിക്കാൻ വേണ്ടി ഉമ്മയിലേക്ക് നിങ്ങളെ ഞാൻ മടക്കി കൊടുത്ത ആ സന്ദർഭത്തെ ഓർത്തു നോക്കൂ. ഇസ്രായേലിയും കിബുത്തിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ഇസ്രായേലി എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകൾ, യാക്കൂബ് നബി ഇസ്ലാമിന്റെ പരമ്പരയിൽപ്പെട്ട അന്നത്തെ വിശ്വാസികൾ, മുസ്ലിങ്ങൾ. പിന്നെ വന്ന് കിബുത്തിയും. ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സഹായം തേടിയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരടി കൊടുത്തു കിബുത്തിയെ. ആ ഒരൊറ്റ അടിയുടെ കാരണം കൊണ്ട് അവൻ വീണുപോയി. രക്തസമ്മർദ്ദമുണ്ടായി, അറ്റാക്കിൽ മരിച്ചു. ഈ സന്ദർഭത്തെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രാജ്യം വിടണം. അങ്ങനെ അവിടുന്ന് മദീനയിലേക്ക് പോയി. അവിടുന്ന് കല്യാണമൊക്കെ കഴിച്ചു. ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകളെ കല്യാണമൊക്കെ കഴിച്ച് പിന്നീട് തിരിച്ചു വന്നു. ആ രംഗത്ത് ഓർമ്മിപ്പിക്കുകയാണ്,
فنجيناك من الغم وفتناك فتونا. നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തി, നിങ്ങളത് കാരണത്താൽ വലിയ വിഷമത്തിനായി, ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഞാൻ നിങ്ങളെ വിധേയമാക്കിയിട്ടുണ്ട്. ഫലബിസ്ത സിനീന ഫീ അഹ്ലി മദിയന, ആ കാലഘട്ടത്തിൽ നിങ്ങൾ മദിയനിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്, വർഷങ്ങളോളം, 10 കൊല്ലം. ثم جئت على قدر يا موسى, പിന്നെ അള്ളാഹു കണക്കാക്കിയതനുസരിച്ച് നിങ്ങൾ തിരിച്ചു വന്നു. ഏതായിരുന്നാലും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പിന്നീട് ആ കൊട്ടാരത്തിൽ തന്നെ വളർന്നു. ഈ കുട്ടിക്ക് ബുദ്ധിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വർണ്ണക്കട്ടിയും അപ്പുറത്ത് ഒരു തീകട്ടയും വെച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ വളർച്ച അങ്ങനെ കണ്ടപ്പോൾ അത്ഭുതകാരനായിട്ട് തോന്നി. അപ്പൊ ഈ കുട്ടിക്ക് ബുദ്ധിയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണക്കട്ടിയും വെച്ചു, ഒരു തീക്കട്ടയും വെച്ചു. അതെടുക്കാൻ പറഞ്ഞു. ചെറിയ കുട്ടിയല്ലേ, ഈ തീക്കണലെടുത്ത് കണ്ട് വായിലിട്ടു. അങ്ങനെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊഞ്ഞയുണ്ടായത്. അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പൊ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വളർന്ന് 40 വയസ്സ് പ്രായമായപ്പോൾ അല്ലാഹു തആല നബുവത്ത് കൊടുത്തിട്ട് അന്നത്തെ രാജാവായ ഭരണാധികാരിയായ ഫിറഔനെതിരെ പടപൊരുത്താൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല സന്ദേശം കൊടുക്കുകയാണ്. അവസാനം ഏതായിരുന്നാലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം കൊണ്ട് വീർപ്പ് മുട്ടിയ ഫിറഔൻ ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്താൻ വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങളെല്ലാവരും കൂടി ഫലസ്തീനിലേക്ക് പോയിക്കോളിങ്ങൾ. അങ്ങനെ രാത്രി അവർ പുറപ്പെടുന്ന സമയത്ത് ഫിറഔൻ അറിഞ്ഞു അവരെല്ലാവരും കൂടി നാട് വിട്ടിട്ട് ഫലസ്തീനിൽ പോവുകയാണെന്ന്. അപ്പോൾ പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുത്തു, എവിടെയാണോ നിങ്ങൾ ആളുകളെ കാണുന്ന ഇസ്രായേലികൾ അവിടെ വെച്ച് വെടിവെച്ച് വന്നോളണം, വേറെ ഒന്നും നോക്കണ്ട. 6 ലക്ഷം ജനതയുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം ശത്രുക്കൾ പിറകിൽ വരുന്നു, ഇവർ ഓടുന്നു. ഓടിയപ്പോൾ എത്തിയത് ചെങ്കടലിന്റെ മുമ്പിലാണ്. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, കയ്യിലുള്ള വടിയില്ലേ, കൊടിക്ക് അടി, വെള്ളത്തിലടിച്ചു. വെള്ളം ഇങ്ങനെ 2 ഭാഗത്തേക്കായി മാറി. അവരതിലൂടെ അങ്ങ് നടന്ന് കരയിലേക്ക് ലക്ഷ്യം പ്രാപിച്ചു. ഫിറഔനും കിങ്കരന്മാരും പട്ടാളക്കാരും തന്റെ ബാക്കിൽ ഇങ്ങനെ ഓടി വന്ന് മധ്യത്തിലെത്തിയപ്പോൾ ഈ സമുദ്രം ഒന്നായി. ഫിറഔനും പട്ടാളവും അതിൽ നശിച്ചു പോവുകയാണ്. ഈ ഒരു വലിയ സംഭവത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇതിലെ നമുക്ക് പഠിക്കാനുള്ള പാഠം, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു തആല ഈ ആയാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഫത്ഹ് നൽകുമാറാവട്ടെ. നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾക്കെല്ലാം നീ പരിഹാരം നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ നീ വർഷിപ്പിച്ചു തരണേ റഹ്മാനെ. പാപരഹിതമായ ജീവിതം ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.